കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര ജനിതക വൈകല്യങ്ങളൊക്കെ ഓടുകൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ജനിച്ച ഉടനെ അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ ഡെവലപ്മെൻറ്റ് നോക്കുന്നത് 3 സ്റ്റേജസിലായിട്ടാണ്. ആദ്യത്തെ ഡെവലപ്മെൻറ്റൽ സർവേലൻസ് എന്ന് പറയും. അത് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും, അതായത് നമ്മുടെ വിസിറ്റിന് വരുന്ന വാക്സിനേഷൻ സംബന്ധിച്ച് വിസിറ്റിന് വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ റഫായിട്ടൊന്ന് നോക്കും. ഇപ്പോഴത്തെ മാസാനുസൃതമുള്ള ഒരു ഡെവലപ്മെൻറ്റ് കുഞ്ഞിന് ആയിട്ടുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വ്യതിയാനം പിക്ക് ചെയ്യുമ്പം നമ്മളുടെ ടൂൾസ് ഉണ്ട്. കറക്റ്റ് ക്വസ്റ്റ്യനേഴ്സ്, സ്റ്റേജസ് ക്വസ്റ്റ്യനേഴ്സ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് നോക്കും ഇവരുടെ എത്ര ഡെവലപ്മെൻറ്റൽ കോഷ്യൻ്റ് ഉണ്ടെന്ന്. ഡെവലപ്മെൻറ്റൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ ഏജ് ബൈ ആ കുഞ്ഞിൻ്റെ ശരിക്കുള്ള ക്രോണോളജിക്കൽ ഏജ്. അതായത് ഒരു 5 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ അത് 3 വയസ്സിന് വേണമെന്നുള്ള സാധനങ്ങളെ ചെയ്യുന്നുള്ളെങ്കിൽ 60% ഉള്ളൂ ഡെവലപ്മെൻറ്റൽ കോഷ്യൻ്റ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫർദർ ഇവാലുവേഷനും പിന്നെ ഇൻ്റർവെൻഷൻസ് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ സർവേലൻസ് ആദ്യം തൊട്ടേ ചെയ്തു പോകും. നല്ല രീതിയിൽ ടൂൾ ഉപയോഗിച്ച് ചെയ്തു തുടങ്ങുന്നത് 9ാം മാസത്തിലാണ്. 9ാം മാസം കഴിഞ്ഞ് പിന്നെ 1.5 വയസ്സും 2.5 വയസ്സിലും നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റൽ ടൂൾസ് വെച്ച് തന്നെ സ്ക്രീനിങ് ചെയ്യണം സർവേലൻസിൽ പ്രശ്നം വന്ന കുഞ്ഞുങ്ങൾക്ക്. അതിൽ ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഓട്ടിസത്തിന് നമുക്ക് സ്പെസിഫിക് സ്ക്രീനിങ് ടൂളുണ്ട്. അതിൻ്റെ പേരാണ് MCAT എന്ന് പറയുന്നത്. അത് നമ്മൾ 1.5 മുതൽ 2 വയസ്സിന് ഇടയിലുള്ള കുഞ്ഞുങ്ങളെയാണ് സ്ക്രീൻ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും രീതി പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഏർലി ഇൻ്റർവെൻഷന് കുഞ്ഞുങ്ങളെ വിടാൻ സാധിക്കും. പിന്നെ ഗ്രോത്ത് ആണെങ്കിലും വേറെ രീതിയിലാണ് നോക്കുന്നത്. ജനിച്ച ഉടനെ നമ്മൾ തലയുടെ ചുറ്റളവ്, ഹെഡ് സർക്കംഫറൻസ്, നീളം, ലെങ്ത്, അതുപോലെ തന്നെ വെയിറ്റ് മെഷർ ചെയ്യണം. എന്നിട്ട് എല്ലാ വാക്സിനേഷനും കുഞ്ഞുങ്ങൾക്ക് 1.5 മാസം, 2.5 മാസം, 3.5 മാസത്തിലാണ് വാക്സിനേഷൻ വരുന്നത്. ആ സമയത്ത് ഇത് ഒന്നുകൂടെ നോക്കണം. പിന്നെ 3 മാസം തികയുന്ന കുഞ്ഞുങ്ങൾക്ക് 3 മാസം ഇൻ്റർവെല്ലിൽ 1 വയസ്സ് വരെയും നോക്കണം. 1 വയസ്സ് കഴിഞ്ഞാൽ 6 മാസം ഇൻ്റർവെല്ലിൽ, അതായത് 1.5, 2, 2.5, 3 അങ്ങനെ 3 വയസ്സ് വരെയും നോക്കും. പിന്നെ ആനുവൽ എക്സാമിനേഷൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ ഗ്രോത്ത് പാരാമീറ്റേഴ്സ് നോക്കാം. 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഈ തലയുടെ ചുറ്റളവിൻ്റെ ആവശ്യമില്ല, ഹെഡ് സർക്കംഫറൻസ് ആവശ്യമില്ല, ലെങ്തും വെയിറ്റും മാത്രം മതി. അത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ ചാർട്ടുകളുണ്ട്. WHO ചാർട്ടുകളുണ്ട്, അല്ലാതെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ചാർട്ടുകളുണ്ട്. അതിൽ പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്റയിൽ നോക്കും. അതിൽ ഏറ്റവും പ്രശ്നമുള്ളത്, അതായത് നമ്മളിപ്പം ഇങ്ങനെ നമ്മൾ കുഞ്ഞ് മുകളിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കണം ഓരോ പ്രായം കഴിയുമ്പോഴും. ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നമ്മൾ ഈ കുത്തിട്ട് പോകുമ്പോൾ മുകളിലോട്ട് കയറാതെ ചിലപ്പോൾ ഇത് ഫ്ലാറ്റായി പോകും. അല്ലെങ്കിൽ വളരെ തീവ്രമാണെങ്കിൽ ചിലപ്പോൾ മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് താഴോട്ട് പോകാം. അതിന് നമ്മൾ ഗ്രോത്ത് ഫാൽറ്ററിങ്ങും അല്ലെങ്കിൽ ഗ്രോത്ത് ഡിപ്രഷൻ എന്ന് പറയും. ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ വളരെ റെഡ് ഫ്ലാഗ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ കുഞ്ഞിനെ ഫെയിലിയർ ടു ത്രൈവോ എന്തെങ്കിലും ശരിക്കുള്ള മാൽന്യൂട്രിഷനോ എന്തെങ്കിലും ജനിതകമായ പ്രശ്നങ്ങളോ ഉണ്ടോ എന്നൊക്കെ മസ്റ്റായിട്ടും ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. അത് കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ള വളരെ പ്രധാനമാണ്. ഒരുപാട് കാര്യങ്ങൾ റിവേഴ്സിബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വെൽ ബേബി വിസിറ്റിനും നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞാൽ വാക്സിനേഷനോ അങ്ങനെ എന്തിനു പോകുമ്പോഴും കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് മസ്റ്റായിട്ടും പ്ലോട്ട് ചെയ്ത് തന്നെ ചെക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കുഞ്ഞുങ്ങൾക്ക്, അതായത് നമുക്ക് എപ്പോഴും പറയാനുള്ളത്, ചെറിയ വാവകൾക്ക് 1 വയസ്സ് വരെ കുറച്ചൊരു ചബ്ബിനെസ്സും കാര്യവും കവളൊക്കെ ഒന്ന് വീർത്ത് കുറച്ചൊരു തക്കുടുമായിട്ടിരിക്കും. 1 വയസ്സിന് ശേഷം ഇവർ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങുമ്പോൾ മെലിഞ്ഞ് തുടങ്ങും. അപ്പോൾ അത് വളരെ നോർമലാണ്. കാരണം ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ആവറേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 കിലോ ആണ്. 1 വയസ്സാകുമ്പോൾ ഈ കുഞ്ഞിന് അത് 2.5 10 കിലോ ആവണം. അതായത് 7.5 കിലോ അവന് ഈ 1 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ എല്ലാ വർഷവും ഇവന് 2 കിലോ ഉണ്ടാക്കിയാൽ മതി. 1-നും 2-നും ഇടയ്ക്ക് 2 കിലോ മതി, 2-നും 3-നും ഇടയ്ക്ക് 2 കിലോ മതി. അപ്പോൾ പിന്നെ ഉള്ള ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ശരീരം മെലിഞ്ഞു പോകുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നമ്മൾ എപ്പം പ്ലോട്ട് ചെയ്യും, നിങ്ങൾ കാണിക്കുന്ന പീഡിയാട്രിഷ്യന് ഈ ഗ്രോത്ത് ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നത് 3rd സെൻറ്റയിലും 97th സെൻറ്റയിലും ഉണ്ട് ഈ ചാർട്ടിൽ. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് നിൽക്കുന്നത്. അത് മുകളിലോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ യാതൊന്നും വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുട്ടി കറക്റ്റ് രീതിയിലാണ് വളർന്നു പോകുന്നത്. ഹൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഇതുപോലെ തന്നെ സെൻറ്റയിൽ ചാർട്ട്സ് ഉണ്ട്. IAPയുടെയും WHO-ൻ്റെയും സെൻറ്റയിൽ ചാർട്ട്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ 3rd സെൻറ്റയിലിന് താഴെ പോവുകയാണെങ്കിൽ സ്റ്റണ്ടിങ് എന്നൊരു അവസ്ഥയാണ്. സ്റ്റണ്ടിങ് വരുന്നത് നമുക്ക് ആ വെയിറ്റ് ലോസ്, അതായത് നമ്മളുടെ ഭാരം കുറഞ്ഞു പോകുന്നതിൻ്റെ കാട്ടി രൂക്ഷമായ അവസ്ഥയാണ്. ഒരു കുഞ്ഞിന് ഇപ്പോൾ ഒരു പനിയൊക്കെ വന്ന് 2 ആഴ്ച മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചില്ല, അല്ലെങ്കിൽ ഒരു വയറിളക്കം വന്ന് 2 ആഴ്ച ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവൻ്റെ വെയിറ്റ് മാത്രമേ കുറയുള്ളൂ, ഒരിക്കലും ഹൈറ്റ് കുറയില്ല. ഈ കുഞ്ഞിന് ഹൈറ്റ് കുറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവന് ക്രോണിക്കായിട്ട് എന്തോ അസുഖമുണ്ട്.
അത് കാരണം അവൻ്റെ ഗ്രോത്ത് നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇവന് ക്രോണിക് ആയിട്ടുള്ളത് കുറേ നാളായിട്ടുള്ള മാൽന്യൂട്രീഷനാണ്. ഇവൻ്റെ പോഷകക്കുറവ് കുറേ നാളുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. അത് കറക്റ്റ് ചെയ്ത് എടുക്കാനും കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണവും ഹൈറ്റ് കുറയും. അതായത് തൈറോയിഡിൻ്റെ ഹോർമോൺ കുറയുമ്പോൾ, ഗ്രോത്ത് ഹോർമോൺ കുറയുമ്പോഴൊക്കെ ഹൈറ്റ് കുറയും. ഹൈറ്റ് കുറയുന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ്. പിന്നെ പേരൻസിൻ്റെ ഹൈറ്റ് എപ്പോഴും കൺസിഡറേഷനിൽ വേണം. അതായത് മിഡ് പേരൻ്റൽ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ ഹൈറ്റ് നോക്കി ആൺകുഞ്ഞാണെങ്കിൽ അതിൻ്റെ /2 + 6.5 ആണ് ആൺകുഞ്ഞുങ്ങൾക്ക്. പെൺകുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ പകുതി -6.5 എന്നൊരു കണക്കുണ്ട്. അതായിരിക്കും അവൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ. അപ്പോൾ അത് വെച്ചും കൂടെ ഇവനെ ഇപ്പോൾ ആ ഫൈനൽ പൊട്ടൻഷ്യൽ ഇവനിപ്പോൾ നിൽക്കുന്ന അവസ്ഥയും തമ്മിൽ എങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഈ ഹൈറ്റ് കുറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇവാലുവേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോൺ ഗ്രോത്ത് നോക്കണം, അസ്ഥികളുടെ വളർച്ച കറക്റ്റാണോ നോക്കണം. അതിന് നമ്മൾ ഇടത്തെ കൈയുടെ റിസ്റ്റ് എക്സ്റേ എടുത്താണ് നോക്കുന്നത്. അതുപോലെ എല്ലാ ഹോർമോൺ, വൈറ്റമിൻ ഡി, കാൽഷ്യം അങ്ങനെ മുതലായ ഒരുപാട് ഇവാലുവേഷൻസ് വേണം. വെയിറ്റ് മാത്രമാണ് കുറവെങ്കിൽ ഒരു അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. ഹൈറ്റ് നോർമലായുള്ളൊരു കുഞ്ഞിന് വെയിറ്റ് മാത്രമാണ് കുറവെങ്കിൽ അവൻ്റെ ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യുമെങ്കിൽ തന്നെ അത് കയറിപ്പോക്കോളും.